ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം അതിന്റെ ഏറ്റവും രൂക്ഷമായ ഘട്ടത്തിൽ എത്തിനിൽക്കുമ്പോഴും ഇന്ത്യയ്ക്കായി ഹോർമൂസ് കടലിടുക്ക് തുറന്നുവച്ചിരുന്ന ഇറാന്റെ തീരുമാനം ഒരിക്കൽ ലോകരാഷ്ട്രങ്ങളെ പോലും അതിശയിപ്പിച്ചിരുന്നു. ഇന്ത്യയെ പരമ്പരാഗതമായി സൗഹൃദ രാഷ്ട്രമെന്ന നിലയിൽ കണ്ടിരുന്ന ഇറാൻ മറ്റു പല രാജ്യങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയ സാഹചര്യത്തിലും ഇന്ത്യക്ക് പ്രത്യേക ഇളവുകൾ നൽകിയിരുന്നു. എന്നാൽ ആ സൗഹൃദത്തിന്റെ സ്വഭാവം ഇപ്പോൾ മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ച ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ഭാഗത്തുനിന്ന് ആക്രമണമുണ്ടായത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇന്ത്യൻ കപ്പലുകളെയാണ് ഇറാൻ ലക്ഷ്യമിട്ടതെന്ന വാർത്ത പുറത്തുവന്നതോടെ ഇറാന്റെ നിലപാട് എന്തുകൊണ്ട് പെട്ടെന്ന് മാറി എന്ന ചോദ്യം ഉയർന്നു. ഇന്ത്യയെ ഇതുവരെ വിശ്വസ്ത പങ്കാളിയെ കണ്ടിരുന്ന ഇറാൻ ഇത്തരമൊരു കടുത്ത നടപടിയിലേക്ക് എന്തുകൊണ്ട് നീങ്ങിയെന്ന കാര്യത്തിൽ വ്യക്തമായ വിശദീകരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഇതിന്റെ ഫലമായി ഇന്ത്യക്ക് മുന്നിൽ വലിയ വെല്ലുവിളിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്ക് ഇന്ത്യക്ക് പ്രായോഗികമായി നഷ്ടപ്പെടുന്ന സാഹചര്യം രൂപപ്പെടുകയാണ്. എന്നാൽ ഇന്ത്യ ഈ തിരിച്ചടിയെ നേരിടാൻ കാത്തുനിൽക്കാതെ ബദൽ മാർഗങ്ങൾ കണ്ടെത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. പ്രത്യേകിച്ച് രാജ്യത്തെ എണ്ണയും പ്രകൃതിവാതകവും ലഭ്യമാക്കുന്നതിൽ ഒരു തടസ്സവും വരാതിരിക്കാനായി റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കൂടുതൽ ശക്തമാക്കാനുള്ള തീരുമാനമാണ് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത്. റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എണ്ണ എത്തിക്കുന്ന കപ്പലുകൾക്ക് ആവശ്യമായ സമുദ്ര ഇൻഷുറൻസ് ഉറപ്പാക്കുന്നതിനായി റഷ്യൻ ഇൻഷുറൻസ് കമ്പനികൾക്ക് കൂടുതൽ അനുമതി നൽകാൻ ഇന്ത്യ തീരുമാനിച്ചിരുന്നു. ഇതുവരെ റഷ്യൻ എണ്ണക്കപ്പലുകൾക്ക് ഇൻഷുറൻസ് നൽകാൻ ഇന്ത്യ അംഗീകരിച്ചിരുന്നത് 8 കമ്പനികളെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ എണ്ണം 11 ഉയർത്തിയിരിക്കുകയാണ്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗിന്റെ പുതിയ റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അന്താരാഷ്ട്ര കടൽ ഗതാഗതത്തിൽ കപ്പലുകൾക്ക് നഷ്ടപരിഹാരവും സുരക്ഷയും ഉറപ്പാക്കുന്ന സമുദ്ര ഇൻഷുറൻസ് വലിയ പ്രാധാന്യമുള്ളതാണ്. അതിനാൽ കൂടുതൽ റഷ്യൻ കമ്പനികൾക്ക് അംഗീകാരം നൽകിയത് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിക്ക് പുതിയ കരുത്താകുമെന്ന് വിലയിരുത്തപ്പെടുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്കെതിരെ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾക്ക് പിന്നാലെ യൂറോപ്പിലെ പ്രധാന ഇൻഷുറൻസ് കമ്പനികൾ റഷ്യൻ എണ്ണ കപ്പലുകളിലേക്ക് സേവനം നൽകുന്നതിൽ നിന്ന് പിന്മാറിയിരുന്നു. എന്നാൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഇന്ത്യക്ക് ആ കപ്പലുകൾക്ക് ഇൻഷുറൻസ് ലഭ്യമാക്കുക എന്നത് വലിയ തലവേദനയായി മാറിയിരുന്നു. ഇപ്പോൾ റഷ്യൻ കമ്പനികൾക്ക് ഇന്ത്യ നേരിട്ട് അംഗീകാരം നൽകിയതോടെ ഈ പ്രതിസന്ധിയിൽ വലിയൊരു പരിഹാരമാണ് ലഭിച്ചിരിക്കുന്നത്. പുതുതായി അംഗീകാരം ലഭിച്ച കമ്പനികളിൽ ഗാസ്പ്രോം ഇൻഷുറൻസ്, റോസ്ഗാസ്ട്രാക് എന്നിവ ഉൾപ്പെടുന്നു. ഇവയ്ക്ക് 2027 ഫെബ്രുവരി വരെ ഇന്ത്യയിലേക്കുള്ള എണ്ണ കപ്പലുകൾക്ക് ഇൻഷുറൻസ് നൽകാം. അതേസമയം VSK, സോഗാസ്, ആൽഫസ്, ട്രാഗോവാനി എന്നീ ചില കമ്പനികൾക്ക് 2030 വരെ നീളുന്ന വിപുലമായ അംഗീകാരവും നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ സ്ലോഗ്ലാസി, സെബർബാങ്ക് ഇൻഷുറൻസ്, ഉഗോറിയ ഇൻഷുറൻസ് ഗ്രൂപ്പ്, ASTK ഇൻഷുറൻസ് എന്നീ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷനും പുതുക്കി നീട്ടിയിട്ടുണ്ട്. ദുബായിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് പ്രൊട്ടക്ഷൻ ആൻഡ് ഇൻഡെംനിറ്റി ക്ലബിനും 2027 വരെ സേവനം തുടരാൻ അനുമതി നൽകിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണപ്പാതകളിൽ ഒന്നായ ഈ കടലെടുക്ക് തടസ്സപ്പെടുമ്പോൾ അതിന് ഏറ്റവും വലിയ ആഘാതം നേരിടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ലോകത്തിലെ 3ാമത്തെ വലിയ എണ്ണ ഇറക്കുമതിക്കാരനായ ഇന്ത്യക്ക് ഇത് വലിയ ഭീഷണിയാണ്. ഇന്ത്യക്ക് ഹോർമൂസ് ഉപയോഗിക്കാൻ ഇറാൻ നേരത്തെ പ്രത്യേക അനുമതി നൽകിയിരുന്നതുകൊണ്ട് രാജ്യം ഒരു പരിധിവരെ ആശ്വാസത്തിലായിരുന്നു. എന്നാൽ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണം ആ സ്ഥിതിയെ മുഴുവൻ മാറ്റിമറിച്ചു. ഇതോടെയാണ് ഇന്ത്യ പുതിയ മാർഗങ്ങൾ തേടാൻ നിർബന്ധിതമായത്. റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ എത്തിക്കുകയും അതിനായി പുതിയ ഇൻഷുറൻസ് സംവിധാനം സജ്ജമാക്കുകയും ചെയ്യുന്നത് അതിന്റെ ഭാഗമാണ്. ഇറാൻ ഇന്ത്യക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കാൻ കാരണം എന്താകാമെന്ന ചർച്ചകളും ഇപ്പോൾ ശക്തമാണ്. അടുത്തിടെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ വീണ്ടും സജീവമാക്കാൻ തീരുമാനിച്ചിരുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ അമേരിക്കയോടുള്ള വർദ്ധിച്ച അടുപ്പമാണ് ഇറാനെ പ്രകോപിപ്പിച്ചതെന്നാണ് ചില വിദഗ്ധരുടെ വിലയിരുത്തൽ. അമേരിക്കയുമായി കൂടുതൽ അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന ഇന്ത്യയെ ഇറാൻ സംശയത്തോടെ കാണാൻ തുടങ്ങിയിരിക്കാമെന്നാണ് അവർ പറയുന്നത്. അതേസമയം ഇന്ത്യയുടെ റഷ്യൻ എണ്ണ നീക്കം ഇറാനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി വലിയ തിരിച്ചടിയാകാനും സാധ്യതയുണ്ട്. വർഷങ്ങളായ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ വീണ്ടും ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങാൻ തുടങ്ങിയിരുന്ന സാഹചര്യത്തിലായിരുന്നു ഈ സംഭവങ്ങൾ. എന്നാൽ ഇനി ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണയ്ക്ക് കൂടുതൽ മുൻഗണന നൽകുകയാണെങ്കിൽ ഇറാന്റെ എണ്ണ വിപണിയിൽ വലിയ നഷ്ടമുണ്ടാകും. ഇന്ത്യയിൽ നിന്ന് ലഭിക്കുമായിരുന്ന വരുമാനം ഇറാൻ നഷ്ടപ്പെടും. മാത്രമല്ല ഇറാനിൽ ഇന്ത്യ നടത്തിവരുന്ന നിക്ഷേപ പദ്ധതികളും വീണ്ടും പരിശോധിക്കപ്പെടാൻ ഇടയുണ്ട്. ഇന്ത്യക്ക് അനുകൂലമായ മറ്റൊരു കാര്യം രാജ്യത്തിനുള്ളിലെ കപ്പൽ ഗതാഗത സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനുള്ള നടപടികളും ഇതിനകം ആരംഭിച്ചിരിക്കുകയാണ് എന്നതാണ്. അന്താരാഷ്ട്ര ഇൻഷുറൻസ് കമ്പനികൾ ഭാവിയിൽ പരാജയപ്പെട്ടാലും ഇന്ത്യൻ കപ്പൽ കമ്പനികൾക്ക് സംരക്ഷണം നൽകുന്നതിനായി ഏകദേശം 12,980 കോടി രൂപയുടെ സമാന്തര സമുദ്ര ഇൻഷുറൻസ് ഫണ്ട് രൂപീകരിക്കാൻ കേന്ദ്ര മന്ത്രിസഭ നേരത്തെ തന്നെ അനുമതി നൽകിയിരുന്നു. ഇതിലൂടെ ഭാവിയിൽ ഉണ്ടാകാവുന്ന പ്രതിസന്ധികളെയും നേരിടാൻ ഇന്ത്യക്ക് കഴിയും. കൂടുതൽ ഇൻഷുറൻസ് കമ്പനികൾ രംഗത്തെത്തുന്നതിലൂടെ മറ്റൊരു നേട്ടവും ഇന്ത്യക്ക് ലഭിക്കും. കപ്പൽ കമ്പനികൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനാൽ അവർ ഇന്ത്യയിലേക്കുള്ള സർവീസ് തുടരാൻ കൂടുതൽ താല്പര്യം കാണിക്കും. അതോടൊപ്പം ഇൻഷുറൻസ് കമ്പനികൾ തമ്മിലുള്ള മത്സരം വർദ്ധിക്കുന്നതോടെ ഇൻഷുറൻസ് പ്രീമിയവും കുറയാൻ സാധ്യതയുണ്ട്. അതുവഴി എണ്ണ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിനുള്ള ചെലവും കുറയും. ഹോർമൂസ് പ്രതിസന്ധി കാരണം ആഗോളതലത്തിൽ കപ്പൽ ഇൻഷുറൻസ് നിരക്കുകൾ വലിയ തോതിൽ ഉയർന്നിരുന്നു. എന്നാൽ ഇന്ത്യയുടെ പുതിയ നീക്കങ്ങൾ ആ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് വിദഗ്ധർ
വിദഗ്ധരുടെ വിലയിരുത്തൽ. ചുരുക്കത്തിൽ ഹോർമോസ് കടലിടുക്കിലെ അനിശ്ചിതത്വം ഇന്ത്യയെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിയെങ്കിലും റഷ്യൻ എണ്ണ വിതരണവും ഇൻഷുറൻസ് സൗകര്യങ്ങളും വിപുലീകരിച്ചുകൊണ്ട് ഇന്ത്യ അതിന് ശക്തമായി മറുപടി നൽകുകയാണ്. ആഗോള രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിലും രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായാണ് ഈ നീക്കം കാണപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.